ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കിയാലോ. കുമ്പളങ്ങ ഇട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി കുമ്പളങ്ങ പുളിശ്ശേരിയുടെ റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുമ്പളങ്ങയും തൈരും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുമ്പളങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത കുമ്പളങ്ങയും നടുക കീറിയ പച്ചമുളകും കൂടെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്കാകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടി മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് അരച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറിയില്ലെങ്കിൽ കറി എളുപ്പം കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഈ ഒരു ഗ്രേവി ഇച്ചിരി വറ്റി വരും. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ ഇതുപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. കുറുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഇനി തൈര് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. തൈര് ബീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മിക്സി ജാറിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ചട്ടിയുടെ ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഈ തൈര് ചൂടാക്കി എടുക്കുന്നില്ല. ചട്ടിക്ക് അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് തന്നെ മതിയാവും. ഇനി നമ്മൾ ചൂടാക്കുവാണെങ്കിൽ തൈര് പിഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചട്ടിക്ക് ഒരു മീഡിയം ചൂടാകുമ്പോൾ വേണം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് താളിച്ചിടാം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പാൻ എടുത്തൊന്ന് ചുറ്റിച്ചിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. കൂടെ അപ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് നേരെ നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊരു 30 മിനിറ്റെങ്കിലും അടച്ചു വെക്കണം. ഈ ഫ്ലേവറൊക്കെ ഈ മോര് കറിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ കുറച്ച് നേരം നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഒരു 30 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ അടപ്പ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കറി എന്നും പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നതിന് നല്ലത് നമ്മൾ നാളെ ഉപയോഗിക്കുന്നതാണ്. അതാണ് കൂടുതൽ ടേസ്റ്റ്. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.